ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവിൽ ഏറ്റവും അനുഗ്രഹീതരായ വിശ്വാസികളുടെ സമൂഹമേ, ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹ വന്ദനം. ദൈവവചന ഘോഷണത്തിനും സുവിശേഷീകരണത്തിനും വേദവചന പഠനത്തിനും വേണ്ടി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വേർഡ് ടു വേൾഡ് ചാനലിലൂടെ ഈ ശുശ്രൂഷകൾ ശ്രവിക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിലോർത്ത് പ്രാർത്ഥിക്കുകയും ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുകയും ചെയ്യുന്നു. ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ അനുഗ്രഹകരമായി ഉപയോഗിക്കപ്പെടുന്ന പ്രിയപ്പെട്ട ഡോക്ടർ മാത്യു വർഗീസ് കുടുംബം, ഈ സ്ഥാപനത്തിൽ വിവിധ മേഖലകളിൽ ഔദ്യോഗികമായ പദവികൾ നിർവഹിക്കുന്ന എല്ലാ സഹോദരങ്ങൾ, ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പുതിയ ഒരു വേദപഠന പരമ്പരയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ എബ്രായർക്ക് എഴുതിയ ലേഖനം കഴിഞ്ഞ പഠന പരമ്പരയിൽ നമ്മളത് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്തു. ഇന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനങ്ങൾ 1ഉം 2ഉം ലേഖനങ്ങൾ ഒരു പഠന പദ്ധതിയായി ഒരുമിച്ച് ദൈവവചനം പഠിക്കുവാനും ശ്രവിക്കുവാനുമുള്ള ഒരവസരമായി ഈ പഠന പദ്ധതിയെ ദൈവമുൻപാകെ സമർപ്പിക്കുകയാണ്. ഇത് ഒരു സുവിശേഷ പ്രസംഗമോ അല്ലെങ്കിൽ ഒരു ധ്യാനമോ ആയിട്ടല്ല നമ്മൾ സംപ്രേഷണം ചെയ്യുന്നത്. വേദപുസ്തകം പഠിക്കുവാനും ദൈവവചനത്തിൻ്റെ ആഴമായ മർമ്മങ്ങളെയും അതിൻ്റെ പൊരുളുകളെയും മനസ്സിലാക്കുവാൻ തക്കവണ്ണം, പഠിക്കുവാൻ തക്കവണ്ണം, ധ്യാനിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു സമർപ്പിത ശുശ്രൂഷയാണ് ഈ വേദപഠനത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത്. ആയതിനാൽ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ഇത് വെറും ഒരു പഠന പദ്ധതിയായി വല്ലപ്പോഴും കണ്ട് കേട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. ഇത് കൃത്യമായി ഓരോ ദിവസങ്ങളിലും ഓരോ എപ്പിസോഡുകളിലൂടെയും നമ്മൾ ധ്യാനിക്കുന്ന, പഠിക്കുന്ന വേദവിഷയങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഇരുന്നു കൊണ്ട് അത് പഠിക്കുവാനും അതോടൊപ്പം തന്നെ അതിലെ വേദഭാഗങ്ങളും ചിന്തകളും നമ്മളുടെ കയ്യിൽ ഒരു നോട്ട് ബുക്ക് എടുത്ത് അത് കുറിച്ചു വയ്ക്കുവാനും നമുക്ക് സാധിക്കുന്നു എങ്കിൽ തുടർന്നുള്ള സമയങ്ങളിലും നമുക്ക് ഈ വേദവാക്യങ്ങൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ നമ്മളുടെ ജീവിതത്തെ ആ വചനത്തിലൂടെ സഞ്ചരിക്കുവാനും ആ വചനപ്രകാരം നമ്മളുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനും നമുക്കിടയായിത്തീരും. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ശുശ്രൂഷകരായിട്ടാണ്. ആ പദവിയും അതിൻ്റെ മഹത്വവും നമ്മൾ ഉദാസീനമാക്കാതെ, അലക്ഷ്യമാക്കി കളയാതെ, ശ്രദ്ധയോടുകൂടി, പ്രാർത്ഥനയോടുകൂടി, പരിശുദ്ധാത്മ നിറവോടുകൂടി ദൈവമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനത്തിൻ്റെ പൊരുളുകളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ കണ്ണുകളെ, ഉൾക്കണ്ണുകളെ അവിടുന്ന് തുറക്കണമേ. ഞങ്ങളുടെ ബുദ്ധിക്കും ജ്ഞാനത്തിനും ഉപരിയായി ദൈവവചനം ഗ്രഹിക്കുവാൻ തക്കവണ്ണം ദൈവികമായ ജ്ഞാനവും പരിശുദ്ധാത്മശക്തിയും ഞങ്ങൾക്ക് നൽകണമേ. നിൻ്റെ വചനം എപ്പോഴും ഞങ്ങളിൽ പ്രകാശിക്കണമേ. അന്ധകാരമാകുന്ന ഈ ലോകത്ത് പ്രകാശമായി നിലനിൽക്കുവാനും ഞങ്ങൾ മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ പ്രകാശം പകർന്നു കൊടുക്കുവാനും തക്കവണ്ണം നാഥ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുന്ന, ഇതിനെ ശ്രവിക്കുന്ന എല്ലാ സഹോദരങ്ങളും ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവമുൻപാകെ അടച്ച്, നമ്മുടെ തലകളെ ദൈവമുൻപാകെ കുനിച്ച്, നമ്മളുടെ ഹൃദയങ്ങളെ ദൈവമുൻപാകെ സമർപ്പിച്ച്
നമ്മളുടെ മനസ്സുകളും നമ്മളുടെ ചിന്തകളും നമ്മളുടെ ഹൃദയങ്ങളും ഉയരങ്ങളിൽ പിതാവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും മഹാകാരുണ്യവാനുമായ ദൈവം തമ്പുരാനെ, അവിടുത്തെ വചനം പഠിക്കുവാൻ തക്കവണ്ണം നിൻ്റെ പാദാന്തികത്തിൽ ഞങ്ങളായിരിക്കുന്നു. ദൈവമേ, നിൻ്റെ വചനത്തെ ഗ്രഹിക്കുവാൻ തക്കവണ്ണമുള്ള പ്രാഗൽഭ്യമോ സാമർഥ്യമോ കഴിവോ പാണ്ഡിത്യമോ ഞങ്ങൾക്കില്ല. ഞങ്ങൾ കുറവുള്ളവരും ജ്ഞാനത്തിൽ പരിമിതികളുള്ളവരും സാമർഥ്യത്തിൽ പ്രാഗൽഭ്യത്തിൽ ബലഹീനരുമാകുന്നു. എന്നാൽ അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ കൃപ ഞങ്ങളിൽ വസിക്കുമ്പോൾ ദൈവമേ, അവിടുത്തെ വചനത്തെ പഠിക്കുവാനും ഗ്രഹിക്കുവാനും അവിടുത്തെ പരിശുദ്ധാത്മാവ് സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുവാനും മതിയാകുന്നുവല്ലോ. കർത്താവെ, ഞങ്ങളെ താഴ്ത്തി കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മർമ്മങ്ങളെ മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബുദ്ധിയെ അവിടുന്ന് ദൈവികമായ പ്രകാശം കൊണ്ടും ജ്ഞാനം കൊണ്ടും നിറയ്ക്കണമേ. ഞങ്ങളെ താഴ്ത്തി കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷകളുടെ ആദ്യ അവസാനം കർത്താവെ, ഞങ്ങളെല്ലാവരും നിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് ഞങ്ങളെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് പാപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ച് നിത്യജീവൻ വാഗ്ദാനം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ സഭയുടെ ശില്പിയും പണിക്കാരനുമായ പരിശുദ്ധനായ പൗലോസ്ലീഹായുടെ കോരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനമാണ് ഇന്നത്തെ പഠനത്തിനായിട്ട് നമ്മൾ കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് ആരംഭിക്കുന്നത്. ഈ പഠന പരമ്പരയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ ആ ലേഖനം എഴുതിയ ശ്ലീഹായെക്കുറിച്ചും ആ ലേഖനം എഴുതാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചും ആ സഭ നിലനിൽക്കുന്നതായ സ്ഥലത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളെക്കുറിച്ചും ആ സഭയിലെ നാൾവഴികളും അതിൽ എപ്രകാരമാണ് ലേഖനകർത്താവ് അതിൽ ഇടപെട്ടു എന്നും അതിൻ്റെ ലക്ഷ്യവും മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ വേദപുസ്തക പഠനത്തിലേക്ക് പ്രവേശിക്കുവാൻ. ആയതുകൊണ്ട് പ്രത്യേകമായിട്ട് വേദവാക്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ഈ ലേഖനം എഴുതിയതായ പൗലോസ്ലീഹ ആരായിരുന്നു എന്നുള്ളത് പഠിക്കേണ്ടത് അടിസ്ഥാനപരമായ ആവശ്യമാണ്. പൗലോസ് എന്ന് അറിയപ്പെടുന്നതായ ഈ ലേഖനകർത്താവ്, അദ്ദേഹത്തിൻ്റെ നാമം ആദ്യം നമ്മൾ കേൾക്കുന്നത് ശൗൽ എന്നാണ്. കർത്താവിനെയും കർത്താവിൻ്റെ സഭയെയും ക്രിസ്ത്യാനികളെയും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു ശൗലിനെയാണ് അപ്പോസ്തല പ്രവൃത്തികളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ശൗലിൻ്റെ ജന്മസ്ഥലം അപ്പോസ്തല പ്രവൃത്തികൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 11-ാം അധ്യായം അതിൻ്റെ 25-ാം വാക്യത്തിൽ അവൻ ശൗലിനെ തിരവാൻ തർസോസിലേക്ക് പോയി. ദമസ്കോസിൻ്റെ പടിവാതുക്കൽ വെച്ച് നടന്നതായ ദൈവികമായ ദർശനത്തിന് ശേഷം ദൈവത്താൽ നിയോഗിതനായ അനന്യാസ് ശൗലിനെ തിരക്കി തർസോസിലേക്ക് പോയി എന്ന് ഈ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കാം. അതുകൊണ്ടാണ് 9-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നീ
തർസോസുകാരനായ ശൗൽ എന്നു പേരുള്ളവനെ അന്വേഷിക്കുക എന്ന് അനന്യാസിനോട് ദൈവത്തിൻ്റെ അരുളപ്പാട് ഉണ്ടായത്. ഈ വാക്യങ്ങളിലൂടെയും അതുപോലെ തന്നെ അപ്പോസ്തല പ്രവൃത്തികൾ 21-ാം അധ്യായം അതിൻ്റെ 39-ാമത്തെ വാക്യത്തിൽ പൗലോസ് തന്നെ ഇപ്രകാരം പറയുന്നു: ഞാൻ കിലിക്കിയയിൽ തർസോസ് എന്ന പ്രസിദ്ധ നഗരത്തിൽ, പുരാതനമായ ഈ നഗരത്തിലെ പൗരനായ യഹൂദനാകുന്നു എന്ന് പൗലോസ് തന്നെ വ്യക്തമാക്കുന്നു. അപ്പോൾ പൗലോസ് ശ്ലീഹ ജനിച്ചത് കിലിക്കിയയിലുള്ള തർസോസിലാണ്. ഈ കിലിക്കിയ പട്ടണം റോമാ സാമ്രാജ്യത്തിൻ്റെ ഒരു പ്രോവിൻസ് ആയിരുന്നു. അപ്പോൾ റോമാ സാമ്രാജ്യത്തിൻ്റെ പ്രോവിൻസ് ആയിരുന്ന കിലിക്കിയ പട്ടണത്തിൻ്റെ തലസ്ഥാന നഗരിയായ തർസോസിലാണ് പൗലോസ് ശ്ലീഹ ജനിച്ചത്. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം ഇപ്രകാരമാണ് നമ്മൾ കാണുന്നത്: ഞാൻ കിലിക്കിയയിലെ തർസോസിൽ ജനിച്ച യഹൂദനും ഈ നഗരത്തിൽ വളർന്ന് ഗമാലിയേലിൻ്റെ കാൽക്കലിരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകയാൽ നിങ്ങളെല്ലാവരും ഇന്നിരിക്കുന്നത് പോലെ ദൈവസേവയിൽ എരിവുള്ളവനായിരുന്നു എന്ന് ഒരു പ്രസ്താവന ഈ പൗലോസ് അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ നടത്തുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്നത് പൗലോസിൻ്റെ ആദ്യ നാമം ശൗൽ എന്നായിരുന്നു. ശൗലിൻ്റെ മറുപേരാണ് പൗലോസ് എന്നുള്ളത്. ഈ പൗലോസ് ജനിച്ചത് റോമ പ്രോവിൻസ് ആയിരുന്ന കിലിക്കിയ പട്ടണത്തിൻ്റെ തലസ്ഥാനമായ തർസോസിലായിരുന്നു എന്നും ഈ വേദഭാഗങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പൗലോസിൻ്റെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു. അദ്ദേഹം ആഴമായ വേദ പാണ്ഡിത്യമുള്ള ഒരു പണ്ഡിതനായിരുന്നു. അദ്ദേഹം അഭ്യസിച്ചത് യഹൂദന്മാരുടെ പ്രധാന ഗുരുവായിരുന്ന ഗമാലിയേലിൻ്റെ പാദപീഠത്തിലിരുന്ന് ന്യായപ്രമാണം വളരെ ഭംഗിയായി പഠിച്ച് പാണ്ഡിത്യം സമ്പാദിച്ച ഒരു വ്യക്തിയായിരുന്നു പൗലോസ് എന്ന് അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 5-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ആ വേദവാക്യം ഇപ്രകാരമാണ്. ഈ തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ഇത് ഒരു പരിപാടി എന്നുള്ള നിലയിൽ ഈ പഠനത്തെ വീക്ഷിക്കാതെ വിശുദ്ധ വേദപുസ്തകം നമ്മൾ തുറന്നു വെച്ച് ഈ വേദവാക്യങ്ങൾ ഇതോടൊപ്പം വായിക്കുവാനും ധ്യാനിക്കുവാനും ഓരോ വാക്യങ്ങളിലൂടെയും ഈ വേദഭാഗത്തിൻ്റെ അർത്ഥതലങ്ങളും സാഹചര്യങ്ങളും പൊരുളുകളും മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ അത് ഏറ്റവും നമുക്ക് അനുഗ്രഹവും പ്രയോജനകരമായി തരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ വേദപുസ്തകം കയ്യിലെടുത്ത് ഇതോടൊപ്പം ചേർന്ന് വായിച്ച് പഠിക്കുവാൻ തക്കവണ്ണം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണമേ. വിശുദ്ധ അപ്പോസ്തല പ്രവൃത്തികളിൽ അതിൻ്റെ 5-ാം അധ്യായം 34-ാം വാക്യത്തിൽ പൗലോസിൻ്റെ വേദ അഭ്യസനത്തെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്: സർവജനത്തിനും ബഹുമാനമുള്ള ധർമ്മോപദേഷ്ടാവായ പരീശ പ്രമുഖനായ അല്ലെങ്കിൽ ന്യായാധിപ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് കൽപ്പിക്കുവാൻ അധികാരമുള്ള ഗമാലിയേലിൻ്റെ പാദപീഠത്തിൽ ഇരുന്നാണ് പൗലോസ് അല്ലെങ്കിൽ ശൗൽ വേദപഠനം അഭ്യസിച്ചത്. അത്രമാത്രം ന്യായപ്രമാണം ആഴത്തിൽ പഠിച്ച ഒരു യഹൂദനായിരുന്നു ശൗൽ അല്ലെങ്കിൽ പൗലോസ്. അദ്ദേഹം പഠിച്ചു വളർന്നതായ സാഹചര്യങ്ങൾ, ഒന്നാമത്
ഒരു യഹൂദനായിട്ടാണ്. അപ്പോൾ ന്യായപ്രമാണപ്രകാരം ഒരു യഹൂദനെ പ്രകാരം എരിവുള്ളവനായി ജീവിക്കണം എന്നുള്ള കൽപ്പന പ്രകാരം ഒരു യഹൂദ അനുസാരിയായി ജീവിച്ചതായ ഒരു വ്യക്തിയും ആ യഹൂദ സംസ്കാരം ജീവിതത്തിൽ സംശീകരിച്ചവനുമായ ഒരു വ്യക്തിയായിരുന്നു. അതോടൊപ്പം തന്നെ യവന സംസ്കാരം, ഗ്രീക്ക് സംസ്കാരവും വ്യക്തമായി പഠിക്കുകയും അതും ജീവിതത്തിൽ മനസ്സിലാക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് പൗലോസ്. മൂന്നാമതായിട്ട് അദ്ദേഹം ഒരു റോമാ പൗരനായിരുന്നു. ആദ്യമേ പറഞ്ഞല്ലോ, കിലിക്കിയ പട്ടണം റോമാ സാമ്രാജ്യത്തിൻ്റെ ആധിപത്യത്തിലിരിക്കുന്ന ഒരു പ്രവിശ്യയാണ്. ആ റോമാ പ്രവിശ്യയായ കിലിക്കിയയുടെ തലസ്ഥാനമായ തർസോസിലാണ് പൗലോസ് ജനിക്കുന്നത്. അതുകൊണ്ട് തർസോസിൽ ജനിച്ചതുകൊണ്ട് അവൻ ജന്മന ഒരു റോമാ പൗരനായിരുന്നു. അതിനുള്ള അവകാശങ്ങളും മറ്റുള്ള പൗരന്മാരെക്കാൾ ഒരു റോമാ പൗരൻ എന്നുള്ള അധികാരവും അവകാശങ്ങളുമൊക്കെയും പദവികളുമൊക്കെയും പൗലോസിന് ഉണ്ടായിരുന്നു. അപ്പോൾ യവനായ സംസ്കാരവും യഹൂദ സംസ്കാരവും റോമൻ സംസ്കാരവുമൊക്കെ ഇഴുകിച്ചേർന്ന ഒരു യഹൂദ പണ്ഡിതനായിരുന്നു ശൗൽ അല്ലെങ്കിൽ പൗലോസ്. പൗലോസിനെ പറ്റി ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സഭയെയും ക്രൈസ്തവ വിശ്വാസികളെയും പീഡിപ്പിക്കുവാനും അവരെ കൊന്നുകളയുവാനും തിട്ടൂരം നേടിയ ഒരു യഹൂദ പണ്ഡിതനായിരുന്നു ശൗൽ. അങ്ങനെ യഹൂദന്മാരെ പ്രീതിപ്പെടുത്തുവാനും യഹൂദന്മാരുടെ ന്യായപ്രമാണ പ്രകാരം എരിവുള്ളവനുമായി യേശുവിൻ്റെ അനുയായികളെ കൊന്നൊടുക്കുവാൻ തക്കവണ്ണം, അവരെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം ആ ജോലിയിൽ ശ്രദ്ധാലുവായിരുന്നു ശൗൽ. അപ്രകാരം ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ പോകുന്നതായ വഴിയിലാണ് ദമസ്കോസിൻ്റെ വാതിക്കൽ വെച്ച് ദൈവം അവനെ പിടിക്കുകയും അവിടെ വെച്ച് അവന് ദൈവത്തിൻ്റെ വെളിപാട് ലഭിച്ച് അവൻ ക്രിസ്തു മാർഗത്തിലേക്ക് അവൻ തിരിഞ്ഞു വന്ന് പുതിയ ഒരു മനുഷ്യനായി തീർന്നത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് പോലെ അന്നു മുതൽ ഈ ശൗലാകുന്ന പൗലോസ് ക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവനെ തന്നെ നൽകുവാൻ തക്കവണ്ണം, ക്രിസ്തുവിൻ്റെ സുവിശേഷം ലോകമെങ്ങും അറിയിക്കുവാൻ തക്കവണ്ണം, ക്രിസ്തുവിൻ്റെ സാക്ഷിയായി തീരുവാൻ തക്കവണ്ണം, ജാതികളുടെ അപ്പോസ്തലനായി ക്രിസ്തു സഭയുടെ പ്രധാന ശില്പിയായി ദൈവം അവനെ തിരഞ്ഞെടുത്ത് ആ വിളിക്ക് യോഗ്യമാം വണ്ണം യാതൊരു കുറവുകളും കൂടാതെ ജീവിത അന്ത്യം വരെയും ക്രിസ്തുവിന് വേണ്ടി വേല ചെയ്ത അനുഗ്രഹീതമായ ഒരപ്പോസ്തലനായിരുന്നു പരിശുദ്ധനായ പൗലോസ്ലീഹ. അദ്ദേഹം തൻ്റെ സുവിശേഷ ദൗത്യത്തിൽ പ്രത്യേകമായി 3 മിഷനറി യാത്രകൾ തന്നെ അദ്ദേഹം നടത്തുകയുണ്ടായി. ആ 3 യാത്രകളിലും പല സ്ഥലങ്ങളിലും ക്രിസ്തീയ സഭകൾക്ക് അടിസ്ഥാനമിട്ട് സ്ഥാപിച്ചു. 3 മിഷനറി യാത്രകളെന്ന് പറയുമ്പോൾ ഏകദേശം AD 45-47 കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ 1-ാമത്തെ മിഷനറി യാത്ര നടത്തുകയുണ്ടായി. അപ്പോസ്തല പ്രവൃത്തികൾ 13-14 അധ്യായത്തിൽ പൗലോസും ബർന്നബാസും
ഈ മിഷണറി യാത്രയിൽ പല സ്ഥലങ്ങൾ, അന്ത്യോക്യ, അതുപോലെ തന്നെ കുപ്രോസ്, ഏഷ്യ മൈനറിലുള്ള സ്ഥലങ്ങൾ, ഇവിടെയൊക്കെയും സന്ദർശിച്ചതായിട്ട് കാണപ്പെടുന്നു. രണ്ടാമത്തെ മിഷണറി യാത്ര ഏകദേശം AD 51-54 കാലഘട്ടങ്ങളിൽ പൗലോസ് തൻ്റെ ശിഷ്യന്മാരായ ശീലാസിനെയും തിമത്തിയോസിനെയും കൂട്ടി നടത്തുന്നതായ ഒരു യാത്രയാണ്. അവിടെ ആദ്യം സന്ദർശിച്ച സ്ഥലങ്ങൾ വീണ്ടും റീവിസിറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഏഷ്യ മൈനറിലുള്ള വിവിധ പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ കിലിക്കിയ, തെസ്സലോനിക്ക, കോരിന്തിയ സ്ഥലങ്ങളിലൊക്കെയും സന്ദർശിക്കുവാനും കൊരിന്തിയിൽ സഭ സ്ഥാപിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ മിഷണറി യാത്ര AD 54-58 കാലഘട്ടങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം 23 മുതൽ 21-ാം അധ്യായം 14 വരെയുള്ള വാക്യങ്ങളിൽ മൂന്നാമത്തെ മിഷണറി യാത്രയെപ്പറ്റി വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നു. അവിടെ എഫേസോസിലും അതുപോലെ തന്നെ ഗലാത്യ, ഫ്രിഗ്യ, കോരിന്ത് സ്ഥലങ്ങളിലൊക്കെയും ദൈവത്തിൻ്റെ വചനം വളരെ ശക്തമായി പ്രഘോഷിക്കുകയും അനേക യഹൂദന്മാരെയും യവനന്മാരെയും മാനസാന്തരത്തിലൂടെ ക്രിസ്തു സഭയിലേക്ക് ചേർത്ത് സഭയുടെ അതിരുകളെ വിസ്തൃതമാക്കി എന്ന് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, അവിടെ ഈ മിഷണറി യാത്രകളിലൂടെ കുപ്രോസ് ദ്വീപിലും ഗലാത്തിയിലും മെക്കദോന്യയിലും അഖായയിലും ഫ്രുഗ്യയിലും എഫേസോസിലും സഭകൾ അദ്ദേഹം സ്ഥാപിച്ചു. എന്നാൽ നീറോ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ AD 66-67 കാലഘട്ടത്തിൽ അദ്ദേഹം റോമിൽ വെച്ച് പരിശുദ്ധനായ പത്രോസ്ലീഹായോടൊപ്പം രക്തസാക്ഷിയായി തീർന്നു എന്ന് നമുക്ക് ചരിത്രത്തിലൂടെ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ പരിശുദ്ധനായ പൗലോസ്ലീഹായെ പറ്റി പറയുമ്പോൾ റോമർക്ക് എഴുതിയ ലേഖനം മുതൽ എബ്രായ ലേഖനം വരെയുള്ള 14 ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ പൗലോസിൻ്റെ ലേഖനങ്ങളായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. റോമർക്ക് എഴുതിയ ലേഖനം മുതൽ എബ്രായ ലേഖനം വരെയുള്ള 14 ലേഖനങ്ങൾ പുതിയ നിയമത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ എഴുതിയ ലേഖനങ്ങളാണ്. അദ്ദേഹം കർത്താവിന് വേണ്ടി, കർത്താവിൻ്റെ സുവിശേഷത്തിനു വേണ്ടി, ക്രിസ്തുവിൻ്റെ സഭയ്ക്ക് വേണ്ടി തൻ്റെ ജീവനെ തന്നെ മറുവിലയായി കൊടുത്തതായ ഒരു പുണ്യവാനും പരിശുദ്ധനുമാണ് പൗലോസ്ലീഹ. ജൂൺ മാസം 29-ാം തീയതി അദ്ദേഹത്തിൻ്റെ പെരുന്നാളായിട്ട് ക്രൈസ്തവ സഭകൾ ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ലേഖനങ്ങളെക്കുറിച്ച്, കൊരിന്തിയ സഭയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നാം ഒന്നാമതായി കണ്ടത് ആരാണ്? പൗലോസ്ലീഹ. പൗലോസിൻ്റെ മിഷണറി യാത്രകൾ, പൗലോസിൻ്റെ ജന്മസ്ഥലം, പൗലോസിൻ്റെ വേദ പഠന പാണ്ഡിത്യം തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യ ഭാഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞത്. തൻ്റെ ലേഖനങ്ങളിലൂടെ ക്രൈസ്തവ ദർശനവും അതുപോലെ തന്നെ ആത്മീയമായ ദർശനവും വേദ പാണ്ഡിത്യം നിറഞ്ഞതായ സംഹിതകളും ലോകത്തിന് സമർപ്പിച്ചതായ ഒരു പണ്ഡിതനായിരുന്നു പൗലോസ്ലീഹ. ഇന്നും ക്രൈസ്തവ സഭയുടെ വിശ്വാസങ്ങളെക്കുറിച്ചും ആരാധനയെക്കുറിച്ചും വേദസംഹിതയെക്കുറിച്ചും മറ്റ് ആത്മീയമായ ദർശനങ്ങളെക്കുറിച്ചും ഈ ലേഖനങ്ങളിലൂടെ പൗലോസ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണം, രക്ഷിതാവായ ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തക്കവണ്ണം,
ദൈവവചനത്തിൻ്റെ പ്രഘോഷകരായി തീരുവാൻ തക്കവണ്ണം എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പൂർണ്ണമായ ജീവിതം ക്രിസ്തുവിന് വേണ്ടി സമർപ്പിച്ച ആ പൗലോസ് നൽകിയതായ ദർശനങ്ങൾ, ആ ദർശനങ്ങളിലൂടെ നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തെ പ്രകാശമാനമാക്കി സമൂഹത്തിൽ ദൈവം തമ്പുരാൻ നമ്മെ വിളിച്ചു വേർതിരിച്ച ദൗത്യം അതിലലസരായി തീരാതെ, ഉദാസീനരായി തീരാതെ, തീഷ്ണതയുള്ളവരും ദൈവവചന പഠനത്തിലും ദൈവികമായ സുവിശേഷ പ്രവർത്തനങ്ങളിലും സജീവമായി ഉത്സുകരായി നിലനിൽക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.